കേരം തിങ്ങും കേരളനാട്, മലകൾ തിങ്ങും മലനാട്. കേരളം എന്നുള്ള പദം അല്ലേ, ആ പേര് അതെവിടെ നിന്ന് വന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിന് എഴുതി വച്ചിട്ടുള്ള ചരിത്രരേഖകളൊന്നും തന്നെയില്ല. എന്നിരിക്കലും പല ചരിത്രരേഖകളിലും ഇത് ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട്. മൗര്യ രാജാവായ അശോക ചക്രവർത്തി തങ്ങളുടെ ചരിത്രരേഖയിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ഭാഗത്ത് കേരള പുത്രന്മാർ എന്ന് കാണുന്നുണ്ട്. അതായത് തങ്ങളുടെ അലൈ ആയിട്ടുള്ള രാജവംശങ്ങളെ പറ്റി എഴുതിയിരിക്കുന്ന ഭാഗത്താണ് അത് കാണുന്നത്. നമുക്കറിയാം, അന്ന് 3 പ്രബലമായിട്ടുള്ള രാജവംശങ്ങളായിരുന്നു ഉണ്ടായിരുന്നു. ഒന്ന് ചേര രാജവംശം, ഒന്ന് ചോള രാജവംശം, ഒന്ന് പാണ്ഡ്യ രാജവംശം. ഇതിൽ ചേര രാജവംശം അശോക ചക്രവർത്തിയുടെ അലൈസ് അല്ല, പങ്കാളികളായിരുന്നു. ചില ചരിത്രകാരന്മാർ വാദിക്കുന്നു അങ്ങനെയാണ് കേരളം എന്നുള്ള വേർഡ് ഉണ്ടായത്. അതായത് ചേര അളം, അളം എന്ന് പറഞ്ഞ നാട്, ചേര അളം, അങ്ങനെ കേരളം എന്നുണ്ടായി എന്ന് ചില ചരിത്രകാരന്മാർ വാദിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് വളരെ പ്രബലമായ വേറെ ഒരു വാദഗതി ഉള്ളത് തെങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ്. കേരം എന്ന് പറഞ്ഞാൽ തെങ്ങാണ്, അളം എന്ന് പറഞ്ഞ നാട്, കേരളം അങ്ങനെ ഉണ്ടായി എന്നാണ് പറയുന്നത്. മൂന്നാമതായി പറയുന്ന ഒരു വാദഗതി എന്ന് പറയുന്നത് ഖൈറുലാഖ് എന്ന് പറയുന്ന അറബി വേർഡിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നന്മ അല്ലെ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നാണ് അതിനർത്ഥം. അതും സൗണ്ട്സ് ലൈക്ക് കേരള എന്ന് പറയും. അടുത്തതായി പറയുന്ന ഏറ്റവും വലിയൊരു വാദഗതി എന്ന് പറയുന്നത് കേരളത്തിലെ നദികളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അതായത് കേരളത്തിൽ 44 നദികളുണ്ടെന്ന് നമുക്കറിയാം. അത് ഒരു പാമ്പിൻ്റെ ഷേപ്പാണ്. കാരണം വളഞ്ഞൊഴുകുന്നതുകൊണ്ട് പാമ്പിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് പാമ്പിൻ്റെ തന്നെ ഏറ്റവും പ്രബലമായ വംശമായ ചേര പാമ്പിൻ്റെ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് ചേരത്തിൻ്റെ നാട്, ചേരയുടെ നാട് എന്നുള്ള രീതിയിലും ആൾക്കാർ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഏറ്റവും വിശ്വസനീയമായെന്ന് ഞാൻ വിചാരിക്കുന്നത് ചേര രാജവംശവുമായിട്ടുള്ള ബന്ധത്തിലുള്ളതാണ്. 1956 നവംബർ 1 കേരളത്തിൻ്റെ മലയാളം സംസാരിക്കുന്ന എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഒരു സംസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വേർഡ് കേരളം എന്ന് തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരിക്കുന്നത് തെങ്ങുമായിട്ടുള്ള കൽപ്പകവൃക്ഷവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കഥയാണ്. ഓക്കെ, ഇനി നാളത്തെ പദം. നാളത്തെ പദം എന്ന് പറയുന്നത് കുറ്റിയും പറിച്ചു പോകുന്നു. അവിടുന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു കേട്ടില്ല. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? നമുക്ക് അതിൻ്റെ അർത്ഥം അറിയാം, പക്ഷേ ഇതെങ്ങനെ വന്നു, ഇതിൻ്റെ ഒരു ഒറിജിൻ എവിടെയാണെന്ന് ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ കാണാം.